ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുവചനം ധ്യാനിക്കുവാൻ ഒരവസരം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം ധാരാളമായി തിരുവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദിനംതോറും നമുക്ക് സ്വർഗത്തിലെ മാറ്റമില്ലാത്ത വചനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് പ്രധാനമായും യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിലുള്ള ചില ചിന്തകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യോശുവയുടെ പുസ്തകത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഗ്രന്ഥകാരനായ യോശുവയുടെ പേര് തന്നെയാണ് ആ പുസ്തകത്തിന് നൽകിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യോശുവയുടെ പുസ്തകം ഇസ്രായേൽ മക്കൾ കനാൻ ദേശം കൈയടക്കി സ്വന്തമാക്കിയ ആ ഇസ്രായേലിൻ്റെ ഏകദേശം 30 കൊല്ലത്തെ ചരിത്രമാണ് യോശുവയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. യോശുവ എന്ന പേരിൻ്റെ അർത്ഥം യഹോവ രക്ഷകനായിരിക്കുന്നു എന്നാണ്. യഹോവ രക്ഷകനായിരിക്കുന്നു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം മോശയ്ക്ക് ശേഷം ശുശ്രൂഷ പരമേൽപ്പിച്ച ദൈവത്തിൻ്റെ ദാസനായിരുന്നു യോശുവ. ദൈവത്തിൻ്റെ സ്തോത്രം. ഗ്രീക്ക് ഭാഷയിൽ യേശു എന്ന പേരിൻ്റെ എബ്രായ പദമാണ് യോശുവ എന്നുള്ളത്. ദൈവത്തിൻ്റെ സ്തോത്രം. യോശുവ എന്ന പേരിൻ്റെ അർത്ഥം യഹോവ രക്ഷകനാകുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എന്തുകൊണ്ടാണ് നിത്യനായ ദൈവം യോശുവയെ മോശയ്ക്ക് ശേഷം തൻ്റെ ശുശ്രൂഷ പരമേൽപ്പിച്ചത്? ദൈവത്തിൻ്റെ സ്തോത്രം. സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. അവിടെ എന്തുകൊണ്ടാണ് ദൈവം യോശുവയെ തൻ്റെ വേലയ്ക്ക് തിരഞ്ഞെടുത്തതെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യെഫുന്നയുടെ മകനായ കാലേബും നൂൻ്റെ മകൻ യോശുവയും യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രൈമിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സ് മുതൽ മേലോട്ടുള്ള ഒരുത്തനും ഞാൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. അവർ എന്നോട് പൂർണ്ണമായി പറ്റി നിൽക്കായകൊണ്ട് തന്നെ. ദൈവത്തിൻ്റെ സ്തോത്രം. യോശുവയുടെ യോഗ്യത എന്താണെന്ന് അവിടെ നാം വായിച്ചു കേട്ടു. യോശുവയും യെഫുന്നയുടെ മകനായ കാലേബും പൂർണ്ണമായും യഹോവയോട് പറ്റി നിന്നു. ദൈവത്തോട് പൂർണ്ണമായും പറ്റി നിന്നു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. അവരുടെ വിശ്വാസവും അവരുടെ ഉള്ളിലെ ദൈവത്തോടുള്ള സ്നേഹവും അവർ തെളിയിച്ചിട്ടുള്ളവരായിരുന്നു. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മോശയുടെ കാലത്ത് ഒരിക്കൽ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ 12-ൽ നിന്നും ഓരോരുത്തരെ തലവന്മാരെ തിരഞ്ഞെടുത്ത് കനാൻ ദേശം ഒറ്റുനോക്കുവാൻ അയച്ചതായിട്ട് ഈ സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർ കനാൻ ദേശത്ത് എങ്ങനെയുള്ള ദേശമാണെന്ന് ഒറ്റുനോക്കുവാനായി 12 പേരെ അയക്കുകയാണ്. അതിൻ്റെ 17-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിച്ചേക്കാം. മോശ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ അവരെ അയച്ചു. അവരോട്, നിങ്ങൾ ഈ വഴി തെക്കേ ദേശത്ത് എന്ന് മലയിൽ കയറി ദേശം ഏതു വിധമുള്ളത്, അതിൽ കുടിയിരിക്കുന്ന ജനം ബലവാന്മാരോ ബലഹീനരോ ചുരുക്കമോ അധികമോ? ദൈവത്തിൻ്റെ സ്തോത്രം. കനാൻ ദേശം ഒറ്റുനോക്കാൻ പോകുമ്പോൾ മോശ ഏതു വഴിയാണ് പോകേണ്ടതെന്ന് വരെ അവരെ പരമേൽപ്പിച്ചാണ് വിട്ടത്. നിങ്ങൾ ഈ വഴി തെക്കേ ദേശത്ത് ചെന്ന് മലയിൽ കയറി ദേശം ഏതു വിധമുള്ളത്, അതിൽ കൂടിയിരിക്കുന്ന ജനം ബലവാന്മാരോ ബലഹീനരോ ചുരുക്കമോ അധികമോ, അവർ പാർക്കുന്ന ദേശം നല്ലതോ ആകാത്തതോ, അവർ വസിക്കുന്ന പട്ടണങ്ങൾ പാളയങ്ങളോ കോട്ടകളോ, ദേശം പുഷ്ടിയുള്ളതോ പുഷ്ടിയില്ലാത്തതോ, അതിൽ വൃക്ഷമുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കി അറിവീൻ. നിങ്ങൾ ധൈര്യപ്പെട്ട് ദേശത്തിലെ ഫലങ്ങളും കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. മോശ അയക്കുമ്പോൾ അവരെ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്ന വഴിക്ക് ചെന്ന് കൃത്യമായി അന്വേഷിച്ച് വരണമെന്ന് പരമേൽപ്പിച്ചാണ് വിട്ടത്. കനാൻ ദേശത്ത് പാർക്കുന്ന അവിടെയുള്ള ജനങ്ങൾ ബലവാന്മാരാണോ ശക്തിയുള്ളവരാണോ, ആ പട്ടണങ്ങളാണോ കോട്ടകളാണോ, അവിടെ ജനം ധാരാളമുണ്ടോ, അവിടുത്തെ വൃക്ഷങ്ങളും ഫലങ്ങളുമെല്ലാം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അന്വേഷിച്ച് ധൈര്യമായി ആ ദേശത്തിലെ ഫലങ്ങളും നിങ്ങൾ മടങ്ങി വരുമ്പോൾ കൊണ്ടുവരണമെന്ന് അവരെ പരമേൽപ്പിച്ചാണ് വിട്ടത്. 12 പേരടങ്ങുന്ന ഒരു സംഘം കനാൻ ദേശം ഉറ്റുനോക്കുവാൻ പുറപ്പെട്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. അതിൻ്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, അവർ ഏകദേശം 40 ദിവസം കനാൻ ദേശം ഉറ്റുനോക്കി എന്ന്. ആ പാലും തേനും ഒഴുകുന്ന ദൈവം ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ കനാൻ ദേശത്ത്
അവർ 40 ദിവസം സഞ്ചരിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ ഇസ്രായേൽ മക്കളിൽ ഏറ്റവും ഭാഗ്യമേറിയവരാണ് അവരെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇസ്രായേൽ മക്കൾ ആരും നേരിട്ട് കണ്ടിട്ടില്ല. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഈ 12 പേർക്ക് പ്രിയപ്പെട്ടവരെ കനാൻ ദേശം മുൻകൂട്ടി കാണുവാൻ, ഒറ്റുനോക്കുവാൻ, അവിടുത്തെ കാര്യങ്ങളെല്ലാം വിശദമായി അറിയുവാൻ ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. അവർ ഏകദേശം 40 ദിവസം കൊണ്ട് ദേശം ഒറ്റുനോക്കി കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 22 മുതൽ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. അവർ തെക്കേ ദേശത്തു കൂടി ചെന്ന് ഹെബ്രോനിലെത്തി. അവിടെ അനാക്കിൻ്റെ പുത്രന്മാരായ അഹീമാനും ശേഷായിയും തൽമായിയും ഉണ്ടായിരുന്നു. ഹെബ്രോൻ മിസ്രൈമിലെ സോവാറിന് 7 സംവത്സരം മുമ്പേ പണിതതായിരുന്നു. അവർ എസ്കോൽ താഴ്വരയോളം ചെന്ന് അവിടെ നിന്നൊരു മുന്തിരിവള്ളി കുലയോടെ പറിച്ചെടുത്തു. ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേർ കൂടി ചുമന്നു. അവർ മാതളപ്പഴവും അത്തിപ്പഴവും കൂടെ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അവർ നോക്കി ആ ദേശത്ത് അവിടെ പാർക്കുന്ന ജനങ്ങൾ എങ്ങനെയുള്ളവരാണെന്ന് അവർ കണ്ടു. ദൈവത്തിന് മാത്രമല്ല, അന്ന് മുന്തിരി പഴുക്കുന്ന കാലമായിരുന്നു. അവർ മുന്തിരിക്കുല പറിച്ചെടുത്ത് തണ്ട് കെട്ടി ചുമന്നു കൊണ്ടുപോന്നു. മാതളപ്പഴവും അത്തിപ്പഴവും എല്ലാം ആ ദേശത്തു നിന്ന് അവിടുത്തെ ഫലങ്ങളെല്ലാം അവർ ശേഖരിച്ച് 40 ദിവസം കനാൻ ദേശം ഒറ്റുനോക്കി അവർ 12 പേരും മടങ്ങി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ 40 ദിവസം കനാൻ ദേശം ഒറ്റുനോക്കുമ്പോൾ അവർക്ക് പരസ്പരം ഒരു ഭിന്നതയോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമുള്ളതായിട്ട് തിരുവചനത്തിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. അവർ 40 ദിവസം ഒറ്റുനോക്കി ആ ദേശത്ത് നിന്ന് മുന്തിരിക്കുലയും മാതളപ്പഴവും അത്തിഫലവും അവിടുത്തെ ഫലങ്ങളും എല്ലാമായിട്ട് അവർ മടങ്ങി വന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇസ്രായേൽ പാളയത്തിലേക്ക്. ദൈവത്തിൻ്റെ സ്തോത്രം. 40 ദിവസം യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന് പാളയത്തിൽ എത്തുമ്പോഴാണ് അവരുടെ ഉള്ളിൽ ഭിന്നതയുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. നീ 12 പേരും കനാൻ ദേശത്ത് നടന്നത് ഒരുപോലെയാണ്. 12 പേരും ഒരേ ദിവസം 40 ദിവസം തന്നെയാണ് കനാൻ ദേശത്ത് അവർ സഞ്ചരിച്ചത്. എന്നാൽ ഈ 40 ദിവസം കനാൻ ദേശം കണ്ട് അവർ മടങ്ങി വരുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 27-ാമത്തെ വാക്യം വായിക്കാം. അവർ അവനോട് വിവരിച്ചു പറഞ്ഞതെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി. അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതിലെ ഫലങ്ങൾ ഇതാ. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയും ആകുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ആ 12 പേരിൽ പ്രിയപ്പെട്ടവരെ 10 പേര് പറയുകയാണ്, ഞങ്ങൾ ആ ദേശം ഒറ്റുനോക്കി വന്നു. എന്നാൽ ആ പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പമുള്ളവയാകുന്നു. ഞങ്ങൾ അനാക്കിൻ്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. അമാലേക്കർ തെക്കേ ദേശത്ത് പാർക്കുന്നു. ഹിത്യരും യബൂസ്യരും അമോന്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടക്കരയിലെ യോർദാൻ തീരത്ത് പാർക്കുന്നു. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ, ആ ജനത്തിൻ്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞ് തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അന്ന് രാത്രി ഇസ്രായേൽ പാളയത്തിൽ വലിയ നിരാശയുടെ നിലവിളിയും കണ്ണുനീരും എല്ലാം ഉണ്ടാകുവാൻ കാരണമായി എന്ന്. കാരണം 10 പേരുടെ ഹൃദയം അവർ കണ്ടത് അനാക്യ മല്ലന്മാരെയാണ്, ആ ദേശത്തെ ഉറപ്പുള്ള പട്ടണങ്ങളെയും കോട്ടകളെയുമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവരുടെ 10 പേരുടെ അഭിപ്രായവും 2 പേരുടെ അഭിപ്രായവും രണ്ടായി തീർന്നു. ദൈവമക്കളെ, അവർ ഒരുമിച്ച് ഒരു കൂട്ടായ്മയായിട്ടാണ് കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയത്. എന്നാൽ 40 ദിവസം കൊണ്ട് അവരുടെ ചിന്താഗതികൾ മാറി മറിഞ്ഞു. അവർ പിന്നെ അഭിപ്രായമുള്ളവരായി തീർന്നു. അവരുടെ ഹൃദയത്തിലെ ആലോചനകളും ചിന്തകളും രണ്ടായി തീർന്നു. എന്നാൽ അവർ ഒരുമിച്ചാണ് സഞ്ചരിച്ചത്, ഒരുമിച്ചാണ് ആ ദേശത്തിലെ ഫലങ്ങളെല്ലാം കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, അവരുടെ കാഴ്ചയിൽ ആ ദേശം നല്ലതായിരുന്നു, അതിലെ ഫലങ്ങളൊക്കെ നല്ലതായിരുന്നു. എന്നാൽ അവിടെ കണ്ട ജനങ്ങളെ
ജയിപ്പാൻ കഴിയുകയില്ല എന്നുള്ള ഒരു നിരാശയുടെ ചിന്ത 10 പേരുടെ ഉള്ളിൽ കയറിക്കൂടി. ദൈവമക്കളെ, കൂട്ടായ്മയിൽ നാം ഒരുമിച്ചാണ് തിരുവചനം ഒരുമിച്ചാണ് കേൾക്കുന്നത്, ഒരേ കൺവെൻഷൻ പന്തലുകളിലാണ് ഇരിക്കുന്നത്, ഒരേ തിരുവചന ശുശ്രൂഷകളിലാണ് ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ നാളുകൾ കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആലോചനകളും ചിന്തകളും വിഭിന്നമായി തീരുന്നുണ്ടോ? നമുക്ക് ദൈവത്തോടും ദൈവജനത്തോടും ദൈവത്തിൻ്റെ മക്കളോടും ചേർന്ന് നിൽക്കാൻ കഴിയാത്ത ഭിന്നമായ ചിന്തകൾ, ചോദ്യ മനോഭാവങ്ങൾ. പ്രിയപ്പെട്ടവരെ, അത് ശരിയാണോ? ഇത് ശരിയാണോ? അങ്ങനെയാണോ പറയേണ്ടത്? ഇങ്ങനെയാണോ പ്രസംഗിക്കേണ്ടത്? ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കടക്കുന്നുണ്ടോ? അല്ല എങ്കിൽ ഇത് ഈ പ്രസംഗിക്കുന്നവർക്കൊക്കെ സാധിക്കുന്ന കാര്യമാണോ? ആർക്കറിയാം. എന്നെക്കൊണ്ട് ഏതായാലും ഇതൊന്നും കഴിയുന്ന കാര്യമല്ല എന്ന് നിരാശയുടെ ചിന്തകളാണ് പലരുടെയും ഹൃദയത്തിൽ. പ്രിയപ്പെട്ടവരെ, ഒരുമിച്ചാണ് ഇരിക്കുന്നത്, ഒരു കൂട്ടായ്മയിലാണ്, എന്നാൽ ഹൃദയത്തിൽ പലവിധമായ ചിന്തകൾ. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒത്തിരി കാലം നമുക്ക് ചിലപ്പോൾ ഒരുമിച്ച് നടക്കാൻ കഴിഞ്ഞു എന്ന് വരെ, എന്നാൽ എന്നെങ്കിലും നമ്മുടെ ഹൃദയത്തിലുള്ള ഈ ഭിന്നാഭിപ്രായങ്ങളും ചിന്താക്കുഴപ്പങ്ങളും മത്സര മനോഭാവങ്ങളും എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു ചാടുന്ന ഒരു ദിവസമുണ്ട്. പ്രിയപ്പെട്ടവർ, എക്കാലത്തും ഒരുമിച്ച് ചേർന്ന് പോകാൻ കഴിയാത്ത ചിന്തകളാണ്. കാരണം കാലേബിനും യോശുവായ്ക്കും നല്ല ഉറപ്പുണ്ടായിരുന്നു, യഹോവയായ ദൈവം നമ്മോട് കൂടെയുള്ളത് കൊണ്ട് അനാക്യ മല്ലന്മാരെ ജയിക്കുവാൻ നമുക്ക് കഴിയും. ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗീയ കനാൻ അവകാശമാക്കുവാൻ നമുക്ക് കഴിയുമെന്ന്. ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ ആ ബോധ്യമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഈ വാഗ്ദത്ത കനാൻ സ്വന്തമാക്കുവാൻ കഴിയുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിരന്തരം കേൾക്കുന്ന ഈ സ്വർഗീയ കനാൻ ദേശത്ത് എത്തുവാൻ എനിക്ക് കഴിയുമെന്നുള്ള ആ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതോ നാം നിരാശയുടെ ചിന്തകളും മടുപ്പുള്ള ഹൃദയവുമായിട്ടാണോ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇത് നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങുന്ന കാര്യമൊന്നുമല്ല. ആ കുരിശിലേക്ക് യേശുവിനോടുകൂടെ കയറുമ്പോൾ പട്ടണത്തിലേക്കും പാപിയായിരുന്ന, ലോകത്തിലേക്ക് ഏറ്റവും വലിയ നീചനായി ജീവിച്ച ആ കള്ളൻ യേശുക്രിസ്തുവിനോട് കൂടെ സ്വർഗരാജ്യത്തിലെത്തി. അതാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ വഴി, അതാണ് ദൈവമക്കൾ സഞ്ചരിക്കുന്ന വഴി. അത് കള്ളൻ്റെ യോഗ്യത കൊണ്ടോ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരുടെയെങ്കിലും യോഗ്യത കൊണ്ടോ കഴിവുകൊണ്ടോ ഒന്നുമല്ല. പിന്നെയോ ആ കള്ളന് മനസ്സിലായി എന്ത്? ഇവൻ രക്ഷകനാണെന്ന്, ഇവൻ വീണ്ടെടുപ്പുകാരനാണെന്ന്, ഇവൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല എന്ന്. ദൈവമക്കളെ, ആ കള്ളൻ യേശുവിനോട് പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥിച്ചു? അവൻ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വെച്ച് ശരീരത്തിലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതിൽ ഏറ്റവും വലിയ പ്രാർത്ഥന, വിലയേറിയ പ്രാർത്ഥനയാണ് ആ കള്ളൻ പ്രാർത്ഥിച്ചത്. യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, എങ്ങനെ അവനാ ബുദ്ധി കിട്ടി? എങ്ങനെ അവനാ ഭാഗ്യം കിട്ടി? ദൈവത്തിൻ്റെ സ്തോത്രം. അവന് മനസ്സിലായി, ഇവൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്, ഇവൻ സ്വർഗത്തിലേക്ക് കരേറി പോവുകയാണ്, ഇവൻ്റെ കൂടെ പോയാൽ എനിക്കും സ്വർഗരാജ്യത്തിലെത്താമെന്ന്. ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ യോഗ്യത കൊണ്ടോ, നമ്മുടെ ആരുടെയും യോഗ്യത കൊണ്ടോ, നമ്മുടെ പാണ്ഡിത്യം കൊണ്ടോ, കഴിവുകൊണ്ടോ, നമ്മുടെ പാരമ്പര്യം കൊണ്ടോ ഒന്നും നമുക്ക് കടന്നുചെല്ലാവുന്നതല്ല സ്വർഗീയ യെരൂശലേം, കർത്താവായ യേശുക്രിസ്തുവും വിശുദ്ധന്മാരും വസിക്കുന്ന ആ നിത്യതയിൽ. എന്നാൽ ദൈവമക്കളെ, നാം ഇവിടെ ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് ജീവിച്ചാൽ, യേശുക്രിസ്തുവിനോട് കൂടെ നാം ഈ മൺകൂടാരം വിട്ട് കടന്നുപോയാൽ, യേശുക്രിസ്തുവിനോട് കൂടെ നമുക്ക് നിത്യതയിലെത്താം. പ്രിയപ്പെട്ടവരെ, അതാണ് വഴി. നമ്മുടെ യോഗ്യത കൊണ്ടോ നമ്മുടെ കഴിവുകൾ കൊണ്ടോ ഒന്നും സാധ്യമായ വഴിയല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. യോശുവയ്ക്ക് ഇസ്രായേലത്തെ നയിക്കുവാനുള്ള യോഗ്യത എന്തായിരുന്നു? യോശുവ യഹോവയോട്, നിത്യനായ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നു എന്ന് പുതിയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പത്രോസിനെ കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനോട് കൂടെ 3.5 കൊല്ലം നടന്നു. എന്നാൽ ദൈവമക്കളെ, അപ്പോസ്തലനായ പത്രോസിന് തൻ്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു ഘട്ടം വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയേണ്ടി വന്നു. ഗെത്സമന തോട്ടത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ ബന്ധിച്ച് മഹാപുരോഹിതൻ്റെ അരമനയിലേക്ക് ചെല്ലുമ്പോൾ പത്രോസും ദൂരവേ അനുഗമിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 22-ാം അധ്യായത്തിൽ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, യേശുവിനോട് ചേർന്ന് 3.5 കൊല്ലം നടന്നവൻ, ഒരുമിച്ചിരുന്നവൻ, പ്രിയപ്പെട്ടവരെ, വിശേഷതയേറിയ സമയങ്ങളിൽ ആ മറുരൂപ മലയിലൊക്കെ യേശുക്രിസ്തുവിനോട് കൂടെ ഇരുന്നവൻ. എന്നാൽ ഇന്ന് പ്രിയപ്പെട്ടവരെ, യേശുവിനോട് കൂടെ നടക്കാൻ പത്രോസിന് ഭയമുണ്ട്. അപ്പോസ്തലനായ പത്രോസ് ഉള്ളിലെ ഭയം കൊണ്ട്, മരണത്തെ ഭയന്നതുകൊണ്ട്, മഹാപുരോഹിതന്മാരെ ഭയന്നതുകൊണ്ട്, വിസ്താര സദസ്സിനെ ഭയന്നതുകൊണ്ട് അരമന മുറ്റത്ത് വരെ ദൂരവേ അനുഗമിച്ചു. എന്തു പറ്റി? വായിക്കാം. അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസും അകലം വിട്ട് പിൻചെന്നു. പത്രോസും അകലം വിട്ട് പിൻചെന്നു. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ വലിയൊരു ഭവിഷ്യത്തും അപകടകരമായ ഒരു യാത്രയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ യേശുവിനോട് കൂടെ തന്നെയാണ് പത്രോസ്, പ്രിയപ്പെട്ടവരെ. എന്നാൽ അകലമുണ്ടായിരുന്നു, ദൂരെയായിരുന്നു, ചേർന്ന് നടന്നവനായിരുന്നു. എന്നാൽ ഇപ്പോൾ ദൂരം വെച്ച് നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം അതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, പത്രോസ് താഴോട്ട് നാം വായിക്കുമ്പോൾ ഒരു വേലക്കാരിയുടെ മുമ്പിൽ മുതൽ, പ്രിയപ്പെട്ടവരെ, ഈ യേശുവിനെ 3.5 കൊല്ലം കൂടെ കൊണ്ടു നടന്ന, യേശുവിനോട് കൂടെ നടന്ന, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട പത്രോസേ, നിന്നെ ഞാൻ മീൻ പിടിക്കുന്ന വലയിൽ നിന്ന് മാറ്റി നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞ ആ യേശുവിനെ ഞാൻ അറിയുകയില്ല എന്ന് പത്രോസ് തള്ളിപ്പറഞ്ഞു പോയി. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, പിൻചെല്ലുമ്പോൾ നാം ദൂരവേ അനുഗമിച്ചാൽ നമുക്ക് വരുന്ന ഭവിഷ്യത്ത് അതാണ്. തക്ക സമയം വരുമ്പോൾ നാം തള്ളിപ്പറഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെയും ദൈവജനത്തെയും ദൈവത്തിൻ്റെ വേലയെയും നാം തള്ളിപ്പറഞ്ഞു പോകുന്ന സന്ദർഭങ്ങളാണ് എപ്പോൾ നാം പറ്റിച്ചേർന്നില്ലെങ്കിൽ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം, നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കണം. ആരും അറിയാത്ത, ആരും കാണാത്ത എൻ്റെ ഹൃദയത്തിലെ ചിന്തകളും എൻ്റെ ഹൃദയത്തിലെ ആലോചനകളും എൻ്റെ ഹൃദയത്തിലെ മനോഭാവങ്ങളുമെല്ലാം ദൈവത്തോടും ദൈവവേലയോടും ദൈവജനത്തോടും ചേർന്ന് പോകുന്നതാണോ? പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പോകുന്നതാണോ? അതോ ഞാൻ ദൂരവേ അനുഗമിക്കുന്ന പത്രോസ് അപ്പോസ്തലനെ പോലെ ഞാൻ ദൂരെ മാറി യേശുവിനെ അനുഗമിക്കുന്നവനാണോ എന്ന് ദൈവമക്കളെ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കണം. ഞാൻ കർത്താവിനോട് കൂടെയാണോ? ഞാൻ ദൈവത്തോട് കൂടെയാണോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് കൂടെയാണോ എന്ന് എൻ്റെ ദൈവത്തിൻ്റെ ദൈവമക്കളെ, ദൂരവേ അനുഗമിച്ചാൽ നാം തള്ളിപ്പറയും. തക്ക സമയം വരുമ്പോൾ നാം തള്ളിപ്പറയും. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. ഞാൻ ദൈവത്തോടും ദൈവജനത്തോടും ദൈവവേലയോടും ചേർന്നാണോ നിൽക്കുന്നത്? എൻ്റെ ഹൃദയത്തിൽ മത്സര ചിന്തകൾ, ചോദ്യ മനോഭാവങ്ങൾ, പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ വിമർശിക്കുന്ന മനോഭാവങ്ങൾ, പലവിധമായ ചേർന്ന് പോകാൻ കഴിയാത്ത അഭിപ്രായങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടോ എന്ന് എൻ്റെ ദൈവത്തിൻ്റെ ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിലുള്ളതെല്ലാം വെളിപ്പെട്ടു വരുന്ന സമയങ്ങളുണ്ട്, അതെല്ലാം പുറത്തു വരുന്ന സമയങ്ങളുണ്ട്. എന്നാൽ ദൈവമക്കളെ, നമ്മുടെ ഹൃദയം ഇന്ന് ഈ ഭൂമിയിലെ മനുഷ്യരാരും വായിക്കുന്നില്ലെങ്കിലോ നമ്മുടെ ഹൃദയം വായിക്കുന്ന, നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ക്രിസ്തുവിൻ്റെ കണ്ണിൻ്റെ മുമ്പിലാണ് നാം ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, യേശു ക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതമാണോ നമ്മുടെ ജീവിതം? മോശയുടെ മരണത്തോടടുത്തപ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം, യോശുവയെ ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. യഹോവ മോശയോട് കൽപ്പിച്ചത്, എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂൻ്റെ മകനായ യോശുവയെ വിളിച്ചു. അവൻ്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ എലയാസാറിൻ്റെയും സർവ്വസഭയുടെയും മുമ്പാകെ നിർത്തി അവർ കാണെ അവന് ആജ്ഞ കൊടുക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ ദൈവം മോശയോട് അരുളി ചെയ്യുകയാണ്, നിന്റെ കാലം തീരാറായി മോശേ, നിന്റെ ആയുസ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്, നീ കനാൻ ദേശത്തേക്ക് കടക്കുകയില്ല എന്ന് പറയുമ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, നിനക്ക് ശേഷം ഈ ജനത്തെ നടത്താൻ, ഞാൻ കൊണ്ടുവന്ന ഈ ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തേക്ക് നയിക്കുവാൻ നൂൻ്റെ മകനായ യോശുവയെ നിനക്ക് പകരം അഭിഷേകം ചെയ്യണമെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. യഹോവ മോശയോട് കൽപ്പിച്ചത് എൻ്റെ ആത്മാവുള്ള പുരുഷനായ. ദൈവമക്കളെ, നാം ശ്രദ്ധിക്കേണ്ടതാണ്. ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് നൂൻ്റെ മകനായ യോശുവയുടെ ഒരു യോഗ്യതയെക്കുറിച്ച്, അവൻ എൻ്റെ ആത്മാവുള്ള പുരുഷനാണെന്ന്, അവൻ എൻ്റെ ആത്മാവിനെ പേറുന്നവനാണെന്ന്, അവൻ എന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവനാണെന്ന്, അവൻ എൻ്റെ ഹൃദയപ്രകാരം ജീവിക്കുന്നവനാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, മോശ നൂൻ്റെ മകനായ യോശുവയെ വിളിച്ച് ഇസ്രായേലിനെ നടത്തുവാൻ അഭിഷേകം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം.
ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം അനുസരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം യോശുവയെ അനുസരിക്കേണ്ടതിന് നിന്റെ മഹിമയിൽ ഒരംശം അവന്റെ മേൽ വെക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം മോശയോട് പറയാണ്, നിന്റെ മഹിമയിൽ നിന്റെ മേലുള്ള ദൈവതേജസ്സിന്റെ ഒരംശം യോശുവയുടെ മേൽ വെക്കണം. അവൻ പുരോഹിതനായ എലയാസാറിന്റെ മുമ്പാകെ നിൽക്കണം. അവന് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ ഉരീം മുഖാന്തരം അരുളപ്പാട് ചോദിക്കണം. മോശ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ അനന്തര ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി യോശുവയെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം അഭിഷേകം ചെയ്തു. ഇസ്രായേൽ ജനം കാണുകയും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ജനത്തെ നടത്താൻ യോശുവയെ അധികാരപ്പെടുത്തി. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. 1 മോശ യോശുവയെ ദൈവത്തിൻ്റെ വേല പരമേൽപ്പിച്ചു ദൈവത്തിൻ്റെ വചനപ്രകാരം. ഇവിടെ നാം വായിക്കുന്നുണ്ട് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. എൻ്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവീൻ. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, അന്ന് മോശയാണ് ഏൽപ്പിച്ചത്. എന്നാൽ ഇന്ന് നിത്യനായ ദൈവം തന്നെ യോശുവയുടെ അരികിലേക്ക് വന്ന് യോശുവയോട് അരുളി ചെയ്യുകയാണ്, എൻ്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവീൻ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം നേരിട്ട് യോശുവയോട് പറയുകയാണ്, മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്തം ചെയ്ത ദേശമൊക്കെയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. യോശുവയോട് പറയുന്നത്, നിൻ്റെ കാല് ചവിട്ടുന്ന ദേശമൊക്കെയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അതിൻ്റെ 5-ാമത്തെ വാക്യം, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം യോശുവയോട് പറയുന്നു, യോശുവേ, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. വായിച്ചോ. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഇതിനേക്കാൾ വലിയൊരു ധൈര്യം വേണമോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നിത്യനായ ദൈവം നേരിട്ട് യോശുവയോട് പറയുകയാണ്, ദൈവത്തിൻ്റെ സ്തോത്രം, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കുമെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നാം പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴും, കർത്താവേ, കഴിഞ്ഞകാല വിശുദ്ധന്മാരോട് കൂടെ ഇരുന്ന എൻ്റെ ദൈവമേ, ദാവീദിൻ്റെ മേൽ പകർന്ന, ശിംശോന്റെ മേൽ പകർന്ന, ഇബ്താഹിൻ്റെ മേൽ പകർന്ന എൻ്റെ കർത്താവേ, സ്വർഗത്തിൻ്റെ ആ അഭിഷേകത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ എന്ന്. എൻ്റെ ദൈവമേ, നിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു കുടിയിരിപ്പ് ഭവനങ്ങളാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. യോശുവയ്ക്ക് വാക്ക് കൊടുത്തു, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കാമെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഈ ദൈവം കൂടെ ഇരുന്നാൽ പിന്നെ എന്തിനാ കുറവുള്ളത്? പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ എന്തെല്ലാം കുറവുണ്ടെങ്കിൽ എന്താ, നമുക്ക് എന്തെല്ലാം ബലഹീനതയുണ്ടെങ്കിൽ എന്താ, നമുക്ക് എന്തെല്ലാം പോരായ്കയുണ്ടെങ്കിൽ എന്നാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യഹോവയായ ദൈവം യോശുവയോട് പറഞ്ഞു, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കാമെന്ന്. വായിക്കാം. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ധൈര്യപ്പെടുത്തുകയാണ് യോശുവേ, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. എൻ്റെ ദൈവത്തിൻ്റെ ദൈവമക്കളെ, ആരാ പറയുന്നത്? നിത്യനായ ദൈവമാണ് പറഞ്ഞത്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. വായിച്ചോ. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം പറയാണ്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. നീ പതറിപ്പോകരുത്, നിന്റെ ഹൃദയം ചഞ്ചലിച്ചു പോകരുത്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രിയപ്പെട്ടവരെ വരുമ്പോൾ നീ വാടിപ്പോകരുത്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ദൈവം യോശുവയോട് പറയുകയാണ്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കാം. പിന്നെയും ദൈവം പറയുകയാണ്,
മോശയിലൂടെ ഞാൻ തന്നിട്ടുള്ള ന്യായപ്രമാണം അതനുസരിച്ച് ജീവിക്കേണ്ടതിന് നീ നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം യോശുവയെ ധൈര്യപ്പെടുത്തുകയാണ്. നീ ഭയപ്പെടരുത്, നീ ധൈര്യമുള്ളവനായിരിക്കുക, നീ ഉറപ്പുള്ളവനായിരിക്കുക. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം യോശുവയിൽ ഇറങ്ങി നിന്നുകൊള്ളാമെന്ന്, ഞാൻ നിന്നെ നടത്തിക്കൊള്ളാമെന്ന്, ഞാൻ നിന്നിൽ നിന്നുകൊണ്ട് ഈ ജനത്തെ നടത്തിക്കൊള്ളാമെന്ന്. എന്നാൽ ദൈവം പറയുന്നുണ്ട്, നീ ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുകയാണ്, ഞാനൊരു ന്യായപ്രമാണം മോശയിലൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിട്ടിരിക്കേണ്ടതിന് എൻ്റെ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്ന്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം വിട്ട് മാറരുത്, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രമാണങ്ങൾ കൊടുക്കുന്നവനാണ്. നമുക്കറിയാം, ശലോമോൻ രാജാവിന് പ്രത്യേകമായ ഒരു പ്രമാണം ദൈവം കൊടുത്തിരുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണം കൂടാതെ നീ അന്യജാതിക്കാരികളെ വിവാഹം ചെയ്യരുത്, നീ വൃദ്ധനാകുമ്പോൾ നിന്നെ അന്യജാതിക്കാരികൾ വിഗ്രഹാരാധനയിലേക്ക് കൊണ്ടുപോകുമെന്നൊരു പ്രത്യേക വചനം കൊടുത്തിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ശലോമോൻ രാജാവ് അതിനൊന്നും വലിയ വില കൊടുത്തില്ല. ശലോമോൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ, ദൈവമക്കളെ, ആ ദൈവം പറഞ്ഞ വചനം അനുസരിക്കാതിരുന്നുകൊണ്ട് അത് തന്നെ ശലോമോൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. വാർദ്ധക്യത്തിൽ പ്രിയപ്പെട്ടവരെ, അന്യജാതിക്കാരികളായ ഭാര്യമാരെ ശലോമോൻ രാജാവിനെ വിഗ്രഹാരാധനയിലേക്ക് കൊണ്ടുപോയി എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ പിതാവിൻ്റെ പിതാവ് മരണാസന്ന കിടക്കയിൽ കിടക്കുമ്പോൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശലോമോൻ്റെ പേര് വിശുദ്ധന്മാരുടെ പട്ടികയിലില്ല എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് നാം ജീവിക്കരുത്. ദൈവം തന്നിരിക്കുന്ന അതിർവരമ്പുകൾ വിട്ട് നാം ഒരിക്കലും പോകരുത്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഒന്ന്, ദൈവം പ്രവാചകനായ മോശയിലൂടെ യോശുവയെ അഭിഷേകം ചെയ്തു. രണ്ട്, നിത്യനായ ദൈവം നേരിട്ട് തന്നെ വന്ന് യോശുവയെ ധൈര്യപ്പെടുത്തി ശുശ്രൂഷ പരമേൽപ്പിച്ചു. ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, 3 പ്രാവശ്യം യോശുവയോട് പറയുന്നുണ്ട്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ അഭിഷേകം ചെയ്ത ദൈവം ധൈര്യപ്പെടുത്തിയ യോശുവയോട് ഇസ്രായേൽ ജനം പറയുകയാണ്, നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യും. നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യും. ഞങ്ങളെ അയക്കുന്നിടത്തൊക്കെയും ഞങ്ങൾ പോകും. ഞങ്ങളെ നീ എവിടെയെല്ലാം അയക്കുന്നു അവിടെയൊക്കെയും ഞങ്ങൾ പോകും. ഞങ്ങൾ മോശയെ സകലത്തിലും അനുസരിച്ചതുപോലെ നിന്നെയും അനുസരിക്കും. ദൈവമക്കളെ, ആരെ നയിക്കണമോ ആ നയിക്കപ്പെടേണ്ട ജനം പറയുകയാണ്, ഞങ്ങൾ നിനക്ക് വിധേയപ്പെട്ടു നിന്നുകൊള്ളാം, നിന്റെ ആജ്ഞകൾ അനുസരിച്ചു കൊള്ളാം. മോശയ്ക്ക് ഞങ്ങൾ കീഴ്പ്പെട്ടിരുന്നതുപോലെ ഞങ്ങൾ നിനക്ക് കീഴ്പ്പെട്ടിരുന്നു കൊള്ളാമെന്ന്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്ത യോശുവ, അവൻ ദൈവത്തിൻ്റെ ആത്മാവുള്ളവനായിരുന്നു. അവൻ ദൈവത്തോട് പറ്റി നിന്നവനായിരുന്നു. അവൻ ദൈവത്തോടും ദൈവവേലയോടും പറ്റി നിന്നവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ഹൃദയം ദൈവത്തോട് ചേർന്ന് നിന്ന ഹൃദയമായിരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ ദൈവമക്കളെ, ഈ പുതിയ തലമുറയിലും സ്വർഗത്തിലെ അപ്പൻ്റെ വേല ചെയ്യണമെങ്കിൽ അവൻ്റെ ആത്മാവ് വേണം. അവൻ്റെ ആത്മാവിനോട് പറ്റി നിൽക്കുന്ന ഹൃദയം നമുക്ക് വേണം. നമുക്ക് ഉറപ്പും ധൈര്യവും വേണം. നാം ഈ തലമുറയിൽ വിശ്വസ്തരായിരിക്കണം. ദൈവമക്കളെ, ദൈവം യോശുവയിൽ ഇറങ്ങി നിന്ന് 3 അത്ഭുതങ്ങൾ ചെയ്തതായി നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ സ്തോത്രം, യോർദാനിലെ വെള്ളം പടർന്ന് ഇസ്രായേൽ ജനം അക്കരെ ദേശത്തേക്ക് കടന്നു. മാത്രമല്ല, എറിഹോ കോട്ട അവരുടെ മുമ്പിൽ വലിയൊരു തടസ്സമായി നിന്നിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ദാസനായ യോശുവയിലൂടെ ദൈവം കൊടുത്ത വചനപ്രകാരം ആ എറിഹോ കോട്ട തകർന്നു പോയി. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വീണ്ടും നാം വായിക്കുന്നുണ്ട്, ഒരു ദിവസം സൂര്യനെയും ചന്ദ്രനെയും അസ്തമിക്കാതെ യോശുവ നിർത്തിയെന്ന്. യോശുവ കൽപ്പിച്ച് അതനുസരിച്ചു എന്ന്. ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തോട് കൂടെ നിന്നു. ദൈവമക്കളെ, ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ, പ്രിയപ്പെട്ടവരെ, അന്ധകാരത്തിൻ്റെ നടുവിൽ നമുക്ക് സമർപ്പിക്കാം, നമുക്ക് തീരുമാനിക്കാം, കർത്താവേ, നിന്റെ ആത്മാവുള്ളൊരു പുരുഷനാക്കി എന്നെ മാറ്റണമേ, നിന്റെ ആത്മാ
പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ഒരു ജീവിതം എനിക്ക് തരണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിനോടും നിൻ്റെ വേലയോടും ചേർന്ന് നിൽക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. എൻ്റെ കർത്താവേ, അവിശ്വാസ ചിന്തകളും പിന്മാറ്റ മനോഭാവങ്ങളും ചോദ്യം ചെയ്യുന്ന മനോഭാവങ്ങളും എൻ്റെ ഹൃദയത്തിൽ വരാതെ വണ്ണം നിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ വേലി കെട്ടി കാക്കണമേ എന്ന് ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, യോശുവായ സ്വർഗത്തിലെ ദൈവം തൻ്റെ ജനത്തെ നടത്തുവാൻ തിരഞ്ഞെടുത്തു. ദൈവമക്കളെ, നമുക്ക് ഈ തലമുറയിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വേലയോട് ചേർന്ന് നിൽക്കാൻ കർത്താവ് ഭാഗ്യം തന്നിരിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ആയുസ്സെന്ന് ഒരിക്കൽ കൂടി അരുമനാഥൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കാം. കർത്താവേ, നിൻ്റെ ആത്മാവുള്ള പുരുഷനായി ജീവിക്കാൻ, നിൻ്റെ വേലയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു ഹൃദയമുള്ളവനായി ജീവിക്കാൻ എന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.